71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ആവേശത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ ഒരു താളം ഉണ്ടായിരുന്നു. ആ താളം മറ്റൊന്നുമല്ല ഇതിന്റെ ട്രാക്ക് സോങ്. ആ ട്രാക്ക് സോങ് ഒരുക്കിയ പ്രിയപ്പെട്ടവരാണ് പ്രത്യേകത അല്ലേ? എന്താ ശ്രീജ? തീർച്ചയായും പ്രത്യേകതയുണ്ട്. വള്ളംകളി എപ്പോഴും ഒരു പുരുഷ മേധാവിത്വത്തിന്റെ കൂടി ലോകമാണ്. ഇനിയിപ്പോ അത് ആരും സമ്മതിച്ചാലും ഇല്ലെങ്കിലും പക്ഷെ വഞ്ചിപ്പാട്ട് മുഴുവൻ നമ്മുടെ ചേച്ചിമാരാ കൂടുതൽ. ആകെ നീ കാണുന്ന ഈ ഒരൊറ്റ ടീമിനെ അല്ലേ? അല്ലല്ല, ഞാൻ ഇന്നലെ വേറെ 2 ടീമിനെ കണ്ടിരുന്നു. ശരി, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇത്തവണ ഈ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്നു. ഇവിടെ ഇത്തവണത്തെ ഈ വള്ളംകളിയുടെ തീം സോങ് പാടിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമൃത സുരേഷ് ഉണ്ട്. അതൊരു ചരിത്രം തന്നെയാണ്. കാരണം അതെ ഇത് ഒരുക്കിയ ഗൗതമാണ്. ഗൗതം സ്ഥിര സാന്നിധ്യമാണ്. ട്രാക്ക് സോങ് സ്ഥിരമായിട്ട് ഗൗതമിന്റെ ജയൻചേട്ടൻ ഇതുപോലെ ലിറിക്സ് സ്ഥിരമാണ്. ആകൊരു പുതുമ വന്നത് അവിടെ എന്താ പറയാ, അമൃത സുരേഷിന്റെ പുതിയ ശബ്ദം വന്നു. പക്ഷെ പുതുമ പാട്ടിലുണ്ട്. ഞാൻ പറഞ്ഞത് ഈ കോമ്പിനേഷന്റെ കാര്യത്തിലാണ് കേട്ടോ. അമൃത, ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ യാഥാർത്ഥ്യം. ഇതിന്റെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില യാഥാർത്ഥ്യം. ചേച്ചി അങ്ങനൊരു യാഥാർത്ഥ്യം പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഐഡിയ ഗൗതം പറഞ്ഞപ്പോ ഇത് ചെയ്യണമെന്ന് സമ്മതിച്ചത് ഈ പുരുഷന്മാർ തന്നെയാണ് ചേട്ടാ. കണ്ടോ, അതാണ് കണ്ടോ, അവരത് ആക്സെപ്റ്റ് ചെയ്തത്. എല്ലാ കാലത്തും സ്ത്രീകൾക്ക് പ്രശ്നം. ഇങ്ങനെ ഒരു തോട്ട് പറഞ്ഞപ്പോ അവരത് സമ്മതിക്കാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. ഒരു 71 വർഷം എടുത്തു മാത്രം, ചെറുതായിട്ട് കുഴപ്പമില്ല, അത് പ്രശ്നമല്ല. അത് ആ തിരുത്താൻ ഭാഗ്യം കിട്ടാന്ന് പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് ഇവിടെ ഇപ്പൊ നമ്മൾ ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ കാണുമ്പോൾ പണ്ട് ഇത് പുരുഷന്മാർ മാത്രമേ ഇവിടെ വന്ന് കണ്ടോണ്ടിരുന്നുള്ളൂ. ഇവിടുത്തെ സ്ത്രീകൾ അങ്ങനെ അധികം വന്നോണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പൊ കാഴ്ചയൊക്കെ വ്യത്യസ്തമാണ്. എല്ലാരും വന്നിരുന്ന ആഘോഷാവന്ത കണ്ട് ആ ആഘോഷത്തിന്റെ ഒരു ഈണമാവാൻ പറ്റിയില്ല. എത്ര സന്തോഷമുണ്ടാവും ചേച്ചി. അത് ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ് അല്ലേ? അപ്പൊ അതിന്റെ എന്റെ പേര് അവിടെ ഉണ്ടാവൂലേ? അപ്പൊ അതിന് താങ്ക്സ് ഞാൻ ഗൗതമിനോടും ചേട്ടനോടും പിന്നെ എന്റെ പുറകിലുള്ളവരോടാണ് പറയേണ്ടത്. അത്ര തന്നെ. തീർച്ചയായിട്ടും. എങ്ങനെ ഐഡിയ വന്നേ ഗൗതം, അത് പറയൂ. സാധാരണ സുദീപേട്ടൻ പാടിക്കേട്ടുണ്ട്, ഒരുപാട് പേര് പാടിക്കേട്ടുണ്ട് ഇവിടുത്തെ ടൈറ്റിൽ സോങ്സ്. ഓരോ കൊല്ലം വരുമ്പോ വള്ളംകളി പ്രേമികൾ അതെങ്ങനെ ഏറ്റെടുക്കുന്നോ നമ്മൾ കണ്ടിട്ടില്ല. ആ ഭാഗ്യം ഗൗതമിന് കിട്ടിയിട്ടുണ്ട്. അമൃത എന്നുള്ളൊരു ഓപ്ഷൻ എങ്ങനെയാ വന്നത് ഇത്തവണ? ഇപ്പൊ 71ാമത്തെ വള്ളംകളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔദ്യോഗിക ഗാനമായിട്ട് ഇപ്പൊ 2018 ഫസ്റ്റ് ഔദ്യോഗിക ഗാനം വരുന്നത്. അത് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി, ചേച്ചി പറഞ്ഞ പോലെ. ഇപ്പം എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന 4ാമത്തെ പാട്ടാണ്. 4ാമത്തെ പാട്ടിൽ തന്നെ ഒരു സ്ത്രീ സാന്നിധ്യം വന്നു. അതില് ഞാൻ വളരെ വേഗത്തിൽ കൊണ്ടുവന്നു. അപ്പം എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പൊ ഞാനിവിടെ വരുമ്പം നമ്മുടെ സ്ത്രീകളുടെ വള്ളംകളി മത്സരം ഉണ്ടല്ലോ, ഇപ്പം തുടങ്ങും. അപ്പൊ അത് കണ്ടിട്ടുണ്ട് ഒരുപാട്. അപ്പം എന്തുകൊണ്ടൊരു സ്ത്രീ ശബ്ദം വന്നുകൂടെ എന്ന് ഒരു ചിന്ത വന്നു. അപ്പൊ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും വള്ളംകളിപ്പാട്ടുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജയൻ തോമസ് സാറുമായിട്ടാണ്, ലിറിസിസ്റ്റ്. അപ്പം ചർച്ച ചെയ്തു. അപ്പം നല്ലൊരു ഐഡിയ ആയിട്ട് അവിടെയും തോന്നി. പിന്നെ ജയൻ സാർ നമ്മുടെ MLA ചിത്തരഞ്ജൻ സാറും കളക്ടറും എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ആ ഒരു തീരുമാനം അങ്ങ് എടുക്കുമായിരുന്നു. ഓക്കെ, ഞാൻ ജയൻ ചേട്ടൻ പറഞ്ഞു. ജയൻ ചേട്ടാ, ഈ വള്ളംകളിയിൽ നമുക്ക് സ്ഥിരം ഉപയോഗിക്കുന്ന കുറെ വാക്കുകൾ, പദങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഈ ആവർത്തനം ഉണ്ടാവാതെ എങ്ങനെ ഓരോ തവണയും പുതിയ വള്ളംകളി എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ആശയമാണല്ലോ. ആ ഒറ്റ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ വർഷവും പുതിയ ലിറിക്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രയാസപ്പെട്ട പണിയാണ്, ഒരു ചലഞ്ചാണ്. സത്യത്തിൽ ഇതിന്റെ എഴുതുന്ന സമയത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കടമ്പ ഇത്. കാരണം ഓളം, താളം, തുഴ, ഒരുപാട് 1-2 വാക്കുകൾ നമുക്ക് ഉപയോഗിച്ചേ പറ്റൂ. പക്ഷേ അതിലൊരു വ്യത്യസ്തത ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ബോധപൂർവമായ പരിശ്രമം ലിറിക്സിന്റെ കാര്യത്തിൽ നടത്തുന്നുണ്ട്. ഈ 3 വർഷത്തെയും പാട്ടെടുത്ത് പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും. ഇപ്രാവശ്യത്തെ പാട്ടും ആ നിലയിൽ ലിറിക്സിന്റെ കാര്യത്തിൽ നമ്മൾ നന്നായിട്ടൊരു വ്യത്യസ്തത വരുത്താനൊരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതില് തുടക്കത്തിൽ നമ്മളിത് നേരത്തെ പറഞ്ഞ ഒരു ഒരു മോഹിനിയാട്ടത്തിന്റെ ഒരു ഇതിലാണ് തുടങ്ങുന്നത്. അത് നമ്മൾ 2ാമത് എഴുതിയതാണ്. അപ്പൊ കാരണം അതങ്ങനെ ഒരു ലയത്തിൽ ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ ഒരു മുറുക്കത്തിലേക്ക് വരണം എന്ന തരത്തിലൊരു ചർച്ച വന്നപ്പോഴാണ് ആ ലിറിക്സ് നമ്മൾ 2ാമത് എഴുതി കയറ്റിയതാണ്. പക്ഷെ അത് ഇങ്ങനെ വന്നിട്ട് പിന്നെ അതിന്റെ ഒരു മുറുക്കത്തിലേക്ക് അമൃതയുടെ ശബ്ദം കൂടെ ആയപ്പോഴേക്ക് സംഗതി അല്ലേ? അമൃത, എന്നാലും ഈ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാടില്ലേ? പിന്നില്ലേ കരയിലെ ഓരോ കരളിനും ഇന്നിത് തോറ്റിടാപ്പോര്, പാടം ചുറ്റി വരുന്നൊരു കാറ്റിന് പോരാട്ടച്ചൂര്. കരയിലെ ഓരോ കരളിനും ഇന്നിത് തോറ്റിടാപ്പോര്, ഇഞ്ചോടിഞ്ചായി തീരുന്നരജയിലാണ്. ആരാ മുന്നിൽ ആരത് നേടും ജലരാജാവാര്. ആക്കരയിക്കരെ ഓരോ കരയിലും ഒരു ചോദ്യം മാത്രം, ആയിരമിതാകെ തീ പടരുന്നു ഒരു ചോദ്യം മാത്രം. വരികൾ എഴുതിയ ആളുടെ അടുത്ത് നിന്നിട്ട് വരികൾ തെറ്റാൻ പാടില്ലല്ലോ. വേഗം തന്നെ കാണിക്കുക. ഇടയ്ക്ക് നോക്ക്, വരി കാണു. ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഞാൻ ഒരു വള്ളംകളി പ്രേമിയുടെ കൂടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ
ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ക്രിട്ടിക്കൽ ആയിരിക്കും. ഒരു ക്ഷമ എന്ന് പറയുന്നില്ല. ഒരു വാക്കൊക്കെ ഇപ്പൊ നമ്മൾ ലൈവില് തെറ്റി പറഞ്ഞാൽ നോ ക്ഷമിക്കില്ല. അപ്പൊ താഴെ വന്ന് പറയും ഇതൊന്നും അറിയില്ല, വീട്ടിൽ പോയിരുന്നൂടെ ചോദിക്കും. അങ്ങനെ ക്രൂരമായി ഒരു സെക്കൻഡ് വേസ്റ്റ് ചെയ്യാനില്ലല്ലോ. വളരെ പെർട്ടിക്കുലർ ആണ്. അവർക്ക് ഭയങ്കര ഇതിനെ കുറിച്ച് നന്നായി അറിയാം. അപ്പൊ ഇതൊരു വലിയ വെല്ലുവിളിയാണ് സത്യത്തിൽ. ഈ ഈണമായാലും ഒരു റിപ്പീറ്റേഷൻ വന്നാൽ അവരപ്പോ പറയും ഇത് കഴിഞ്ഞ പോലത്തെ പാട്ട് പോലെ ഇല്ലെന്ന് ചോദിക്കും. ഒരു വരി വന്നാൽ ചോദിക്കും ഇത് കഴിഞ്ഞ പാട്ടുമായിട്ട് എന്താ വ്യത്യാസം. അപ്പൊ മൊത്തം കോമ്പോസിഷൻ ആണെങ്കിലും ലിറിക്സിന്റെ ആണെങ്കിലും കോമ്പിനേഷൻ വന്നപ്പോ ശരിക്കും നമുക്ക് ഒരു വള്ളം തുഴഞ്ഞ് ആ വള്ളങ്ങൾ നടക്കുന്ന ഒരു ഫീലിലാണ് ചെയ്തിരിക്കുന്നത്. അതേ താളത്തിലും അതേ ടെമ്പോയിലും ആ ഒരു സ്പീഡും ഒക്കെ ആളും നിങ്ങൾ രണ്ടുപേരും കൂടെ അതിന്റെ കൂട്ടത്തില് എന്റെ ഒരു ശബ്ദം വന്നു എന്ന് മാത്രമേ. ഫസ്റ്റ് കോള് വന്നപ്പോ സർപ്രൈസ് ആയിരുന്നോ? എന്താ തോന്നിയത്? എനിക്കത് ഇവര് സമ്മതിക്കുമ്പോ ചേച്ചി നേരത്തെ പറഞ്ഞ അതേ റീസൺ ആയിരുന്നു. അതായത് പുരുഷന്മാരുടെ ഒരു മേഖല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരിത് സമ്മതിക്കോടാന്നുള്ളൊരു തോട്ടാണ് ഞാൻ ഗൗതമിനോട് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല. ഈവൻ ഇപ്പൊ പാട്ട് റിലീസായതിനു ശേഷം പോലും ഇപ്പൊ കമന്റ്സിലാണെങ്കിൽ പോലും ആരും ഒരു ആണിനെ കൊണ്ട് പാടിപ്പിക്കായിരുന്നു എന്നുള്ള ഒരു കമന്റ് വന്നിട്ടില്ല. അത് ശരിക്കും നമ്മുടെ നാടിന്റെ ഒരു മുമ്പോട്ട് പോക്കാണ് അല്ലേ. പാട്ടിന്റെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഓരോ സ്റ്റേജിലും അപ്രൂവൽ എടുക്കുക അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫൈനലായിട്ടാണ് നമ്മുടെ ലോഞ്ചിന്റെ അന്നാണ് കളക്ടറിന്റെ ചേംബറിൽ അത് പ്ലേ ചെയ്യുന്നതും. അന്ന് കളക്ടർ അലക്സ് സാറും പിന്നെ നമ്മുടെ ചിത്രരഞ്ജൻ സാറും എല്ലാവരും ADM നമ്മുടെ സൂനിയർ കമ്മിറ്റിയുടെ മെമ്പേഴ്സ് പ്രേം സാർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം അപ്പൊ കണ്ട് ഒറ്റ സ്വരത്തില് കൈയടിച്ചങ്ങ് അടിപൊളി എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പങ്ങ് പാസ്സാക്കി. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും ഈ ഇന്നത്തെ മത്സരം മൊത്തം കഴിഞ്ഞില്ലേ പോളൂ? നേരത്തെ കാണാൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈം. വെരി ഗുഡ്, അടിപൊളി. ഹാപ്പി അതെ, ഹാപ്പി വള്ളംകളിയില്. താങ്ക് യു സോ മച്ച് ജോയിൻ. താങ്ക് യു ചേട്ടാ. ഇനിയും ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വരട്ടെ. അതെ, അപ്പൊ അടുത്ത ജലോത്സവത്തിനാണോ നെക്സ്റ്റ് ഇയർ കേട്ടോ? കൂട്ടിക്കോണം അടുത്ത ഓൾ ദി ബെസ്റ്റ്. കാണാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് ഈ മനോഹരമായ ഇത്തവണത്തെ 71ാമത്തെ വള്ളംകളിക്ക് തീം സോങ് ഒരുക്കിയ ടീമിനെയാണ് നമ്മളിപ്പോ കണ്ടത്. അമൃതയും ശ്രീ ഗൗതമും ഒപ്പം ശ്രീ ജയൻ തോമസും. അപ്പോ വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി പിന്നെ കാണാം.